ഹായ് ഓൾ, വെൽക്കം ടു ലൂമി. ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ 12ാമത്തെ ക്ലാസ്സാണെന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്താണെന്ന്. ഫസ്റ്റ് നമുക്ക് ഫാക്ടോറിയൽ തുടങ്ങാം. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് ബി എ പോസിറ്റീവ് ഇൻഡിജർ. ഫാക്ടോറിയൽ എന്താ? എൻ ഫാക്ടോറിയൽ ഇൻറ്റു അങ്ങനെ കാണുക. എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു 1 വരെ. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചെയ്ത് നോക്കാം. എല്ലാവർക്കും അറിയുന്ന ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. 3 ഫാക്ടോറിയൽ എന്തായിരിക്കും? അപ്പം 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആയിരിക്കും എന്ത്? 3 ഫാക്ടോറിയൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പെർമ്യൂട്ടേഷൻസ് എന്താണെന്ന് നോക്കാം. മിക്ക ആൾക്കാർക്കും ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പെർമ്യൂട്ടേഷൻ എന്താണ്? പെർമ്യൂട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു കേസ്, അതായത് ഇപ്പം എന്താണ്, ഒരു 2 ബാസ്ക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ഈ ബാസ്ക്കറ്റിനകത്ത് കുറേ ടൈപ്പ് ഓഫ് ബോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ബോൾ എടുക്കുകയും വേണം, ഈ എടുത്ത ബോൾ ഏതെങ്കിലും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയും വേണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധനം സെലക്റ്റും ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ സെലക്ട് ചെയ്ത സാധനം അറേഞ്ചും ചെയ്യണം. അതാണ് എന്ത്? പെർമ്യൂട്ടേഷൻ. ഓക്കെ, അതിൻ്റെ എന്താണ്? എൻ പി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആയിരിക്കും പെർമ്യൂട്ടേഷൻ, എൻ പി ആർ വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഈ കോമ്പിനേഷൻ എന്താണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ എടുക്കുന്ന കേസ് ഉണ്ടല്ലോ, സെലക്ട് ചെയ്യുന്ന കേസ് ഉണ്ടല്ലോ, അത് മാത്രമാണ് എന്ത്? കോമ്പിനേഷൻ. കോമ്പിനേഷൻ നമ്മൾ ഒരു സാധനം പിക്ക് ചെയ്യുന്നുള്ള ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് എടുക്കുന്നതേ ഉള്ളൂ. അതൊരിക്കലും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അറേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? പെർമ്യൂട്ടേഷൻ ആവും. അറേഞ്ച് ചെയ്യാണ്ട് ജസ്റ്റ് പിക്കിങ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ സെലക്ടിങ് മാത്രമാണെങ്കിൽ അതെന്തായിരിക്കും? കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് കുറച്ച് കാര്യങ്ങളായിരിക്കും. എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഈ എൻ സി ആർ നമുക്ക് അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് കാണാൻ പറ്റും. കാരണം നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ഇതിനകത്ത് കുറേ ചെയ്തെടുക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ആണ്. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് തരുമ്പോൾ നമുക്ക് ഇതിന് വേറെ രീതിയിലേക്ക് എഴുതാൻ പറ്റും. അതായത് ഇപ്പം എൻ സി ആർ ആണെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എക്സെട്ര ടു ആർ ഫാക്ടർ, അതായത് എന്താ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ബൈ ജസ്റ്റ് ആർ ഫാക്ടോറിയൽ ചെയ്ത് എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ കിട്ടും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്യാം, അപ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്യാം? 4C2 ചെയ്തു നോക്കാം. ഇപ്പോൾ 4C2 വെച്ചാണ് ചെയ്യുന്നത്. എന്താ? 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആയിരിക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് 4 ഇൻറ്റു 4 മൈനസ് 1 എന്താ? 3 ബൈ 2 ഇൻറ്റു 1 ചെയ്താൽ മതി. ഈ 4 ഇൻറ്റു 3 എവിടെ നിന്നാണ് വന്നത്? ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? 6ൻ്റെ ഫാക്ടർ വരെ മതി. അതായത് ഇപ്പം 2ആണുള്ളത്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ എന്നിനെ ആദ്യം ഒന്ന് കുറയ്ക്കുക, പിന്നെ ഒന്നുകൂടി കുറയ്ക്കുക. 2 പ്രാവശ്യം കുറച്ചാൽ മതി. എന്താണ്? 6 2ആണ്. ഓക്കെ, പിന്നെ അടിയിൽ എന്ത് ചെയ്താൽ മതി? 6ൻ്റെ ഫാക്ടോറിയൽ എഴുതിയാൽ മതി. സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? 4C2 ആണെങ്കിൽ എന്ത് ചോദിച്ചാലും മുകളിൽ എഴുതേണ്ടത് n എവിടം വരെ കുറച്ച് കൊണ്ടുവരണം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്? എത്ര ആണോ 6, ആ 6ൻ്റെ കൗണ്ട് വരെയുള്ളത് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ എന്താണ്? 2 ഇൻറ്റു 1, അതായത് 2 ഫാക്ടോറിയൽ, ആർ ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, ഇത് വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഇക്വേഷൻസ് ആണ്. അതായത് ഇപ്പം എൻ സി ആർ ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. അത് എങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം എന്താണ്? 3C1 ഉണ്ട്. ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 3C2 ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇത് പറയുന്നത് എൻ സി ആർ ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, കാരണം ഇത് കുറേ സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാണ്ടാവും. അതായത് NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര n ഈക്വൽ എന്തായിരിക്കും? 2n ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ സി ആറും എൻ പി ആർ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തമ്മിലുള്ള റിലേഷൻ ആണിത്. എൻ പി ആർ ഈക്വൽ ടു എൻ സി ആർ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് ഇത് ലിങ്ക് ചെയ്യും. ഏതാണ്? പെർമ്യൂട്ടേഷൻ എന്താണ്? സാധനം എടുക്കുകയും വേണം, അറേഞ്ച് ചെയ്യുകയും വേണം. ഓക്കെ, കോമ്പിനേഷൻ എന്താണ്? ജസ്റ്റ് സാധനം എടുത്താൽ മതി. സാധനം എടുക്കുന്നു, അതിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്തു? ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം അറേഞ്ച് ചെയ്യുന്നതാണ്. അതിനെ
ആർ ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പെർമ്യൂട്ടേഷൻ കിട്ടും. ഓക്കെ, പിന്നെ വേറെ കുറച്ച് ഇക്വേഷൻസ് ആണ്. അതായത് നമ്പർ ഓഫ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഫോർഡ് ബൈ ജോയിനിങ് വെർട്ടിസസ് ഓഫ് എൻസൈഡ് പോളി. അതായത് നമുക്കിപ്പം NC3 അതായത് NPR കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നു, അവിടെ വെക്കുന്നു, അതാണ്. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് എത്ര പോയിന്റ്സ് അല്ലെ എത്ര ഇത് വേണം? നമുക്ക് 3 പോയിന്റ്സ് വേണം, വേണ്ടേ? അപ്പം N പോയിന്റിൽ നിന്ന് 3 പോയിന്റ് സെലക്ട് ചെയ്ത് എന്ത് കിട്ടും? വെർട്ടിസസ് സെലക്ട് ചെയ്ത് കിട്ടും, ഒരു ട്രയാങ്കിൾ കിട്ടും. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത് NC3. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ആണെങ്കിൽ എത്ര സെലക്ട് ചെയ്യണം? 4 സെലക്ട് ചെയ്യണം, അതാണ് NC4 വന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞത്? സപ്പോസ് ദർ ആർ n പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ഔട്ട് ഓഫ് വിച്ച് n പോയിന്റ്സ് ആർ ഈക്വൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഈ ഒരു കേസ് ഇതെന്താന്ന് വെച്ചാൽ കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, നമുക്കിപ്പം ഇത് കൊളീനിയർ പോയിന്റ്സ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? NC3 ആയിരിക്കും ആൻസർ. അതിനോട് MC3 കുറയ്ക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ 3 പോയിന്റ്സ് യൂസ് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ട്രയാങ്കിൾ സ്ട്രെയിറ്റ് ലൈൻ ഒരിക്കലും ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു കേസ് എന്താക്കണം? നമ്മൾ ഈ ഒരു വാല്യൂന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതാണ് എന്ത് ചെയ്തത്? ഇവിടെ എത്ര പോയിന്റ് സെയിം ലൈനാന്ന് പറഞ്ഞിട്ടുണ്ട്? M പോയിന്റ്സ് സെയിം ലൈനിലാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു വാല്യൂ നമ്മൾ എന്താക്കണം? നമ്മൾ എടുത്ത കിട്ടിയ വാല്യൂന്ന് സബ്ട്രാക്ട് ചെയ്യണം. അതാണ് ഇവിടെ NC3 മൈനസ് MC3 ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്? സപ്പോസ് ദർ ഇസ് n പോയിന്റ് ഔട്ട് ഓഫ് വിച്ച് നോ ദർ. ഓക്കെ, ഒറ്റൊരു കൊളീനിയർ പോയിന്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? 3 പോയിന്റ് നമുക്ക് വേണ്ട എടുക്കാൻ n പോയിന്റ് 3 പോയിന്റ് എടുത്താൽ ട്രയാങ്കിൾ ഉണ്ടാകും. അതാണ് എന്ത്? NC3. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ചില സമയത്തൊക്കെ ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആലോചിച്ചെടുക്കാണ്ട് തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, ഓവർ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാണ്ട്. പിന്നെ അടുത്ത സെറ്റ് ഓഫ് കുറച്ച് ഇക്വേഷൻസ് ആണ്. സപ്പോസ് ദർ ഈസ് n പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ഔട്ട് ഓഫ് വിച്ച് m പോയിന്റ്സ് ആർ നമ്പർ ഓഫ് സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ടാക്കാൻ നമുക്ക് മിനിമം എത്ര പോയിന്റ് വേണം? 2 പോയിന്റ് വേണ്ടേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? NC2 പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ n പോയിന്റ്സ് ഉണ്ട്, അതിൻ്റെ അകത്തുനിന്ന് 2 പോയിന്റ് യൂസ് ചെയ്താൽ ഒരു ലൈൻ കിട്ടും. ആ ഒരു കേസ് എഴുതി. പിന്നെ എന്താണ്? M പോയിന്റ്സ് കൊളീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സിനാരിയോ എന്ത് ഇതാക്കണം? നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറയ്ക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഒന്ന് ആഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കൊളീനിയാരിറ്റി പറഞ്ഞല്ലോ. അപ്പം കുറേ M പോയിന്റ്സ് ഒരു സ്ട്രേറ്റ് ലൈനിലായിരിക്കും. ആ ഒരു കേസ് നമ്മൾ കുറച്ചു. ബട്ട് അപ്പോൾ എന്ത് വന്നിട്ടുണ്ട്? എക്സ്ട്രാ ഒരു സ്ട്രേറ്റ് ലൈൻ വന്നിട്ടുണ്ടല്ലോ. ആ സ്ട്രേറ്റ് ലൈൻ എന്താക്കണം? കുറച്ചതിൻ്റെ അകത്തുനിന്ന് പിന്നെയും ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? ജസ്റ്റ് കൊളീനിയർ ആയിട്ടുള്ള പോയിന്റ്സ് ഇല്ലെങ്കിൽ ജസ്റ്റ് NC2 2 പോയിന്റ് വേണം. n പോയിന്റ് 2 പോയിന്റ് സെലക്ട് ചെയ്തു, അപ്പം ഒരു ലൈൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്പർ ഓഫ് റെക്ടാങ്കിൾ. ഓക്കെ, നമ്പർ ഓഫ് റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു ഒറിസോണ്ടൽ ലൈനും വേണം, 2 ഒറിസോണ്ടൽ ലൈനും വേണം, 2 വെർട്ടിക്കൽ ലൈനും വേണം. അപ്പം M എന്തുണ്ടെന്ന് പറഞ്ഞത്? ഒറിസോണ്ടൽ ലൈൻ. അപ്പം ആ ഒരു M ഒറിസോണ്ടൽ ലൈൻ എന്ത് സെലക്ട് ചെയ്യണം? 2 ഒറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്യണം. അതാണ് എന്ത് വരുന്നത്? MC2 വരുന്നത്. ഇൻറ്റു എന്താണ്? 2 വെർട്ടിക്കൽ ലൈൻ NC2. ഓക്കെ, മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് കുറേ സ്ഥലത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ചോദിച്ചത്? ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഫൈറ്റ് ബി അറേഞ്ച്? അത് ഫൈറ്റിൻ്റെ വേണ്ട ലെറ്റേഴ്സ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. FIGHT ഫൈറ്റ് തന്നെയാണ് വേർഡ്. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 ലെറ്റേഴ്സ് ഉണ്ട്. 5 ലെറ്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യും വേണം, അത് അറേഞ്ച് ചെയ്യണം. അത് ഏത് കേസാണ്? പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആൻസർ എന്താ വരിക? 5P5. നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ രീതിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഈ രീതി ചെയ്താൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഏറ്റവും സിമ്പിളായുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 5 ലെറ്റേഴ്സ് ഉണ്ട്, നമുക്ക് 5 പൊസിഷനും ഉണ്ട്. അപ്പോൾ എന്താണ്? സിംപ്ലി 5 ഫാക്ടോറിയൽ ആയിരിക്കും ഇതിനെന്ത് വരിക? ഇതിൻ്റെ ആൻസർ വരിക. ഈ 5 ഫാക്ടോറിയൽ എങ്ങനെ വരുന്നത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 5 പൊസിഷൻ ഉണ്ട്. 1 2 3 4 5 പൊസിഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒരു സ്പേസിൻ്റെ അകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും? 1 2 3 4 5. 5 ലെറ്റേഴ്സ് നമുക്ക് വെക്കാമല്ലോ. അപ്പം ഇവിടെ 5 ഇൻറ്റു പിന്നെ സെക്കൻഡ് പൊസിഷനിൽ എത്ര ലെറ്റർ ഉണ്ടാവുള്ളൂ? 4 ലെറ്റർ ഉണ്ടാവുള്ളൂ. കാരണം ഒരു ലെറ്റർ ഓൾറെഡി അവിടെ വെച്ചു, ഫസ്റ്റ് പൊസിഷനിൽ വെച്ചു. അപ്പം ഇവിടെ സെക്കൻഡ് കേസിലേക്ക് എത്ര ലെറ്റേഴ്സ് വെക്കാൻ പറ്റുള്ളൂ? 4 ലെറ്റേഴ്സ് ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുള്ളൂ. തേർഡിലേക്ക് എത്ര ഉണ്ടാവുള്ളൂ? 3 ഉണ്ടാവുള്ളൂ. ഫോർത്തിലേക്ക് 2 ഉണ്ടാവുള്ളൂ. ഫിഫ്ത്തിലേക്ക് 1 ഉണ്ടാവുള്ളൂ. എത്രയാണ്? 5 ഫാക്ടോറിയൽ ആണ്. സിമ്പിൾ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് എന്താ ചോദിച്ചത്? ഇൻ ഹൗ മെനി അറേഞ്ച്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഓഫ് ഔട്ട് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിംഗ് തന്നെ വേർഡ് യൂസ് ചെയ്ത് എത്രമാത്രം അറേഞ്ച്മെൻറ്റ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് എഞ്ചിനീയറിംഗ് എഴുതി നോക്കാം. NGI
5നെ ഓക്കെ എഞ്ചിനീയറിംഗ് എഴുതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ നേരത്തെ പോലെ എന്തായിരിക്കും? ഇത് ലെറ്റർ ഉണ്ടോ? 1 2 3 5 6 7 8 9 10 11 ലെറ്റർ ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും? 11 ഫാക്ടോറിയൽ ആയിരിക്കും. ആണോ? അല്ല, ഇത് തെറ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 2 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്നോ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ടാകുമ്പം അവിടെ കുറച്ച് കേസുകൾ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം എന്തായിരിക്കും നമ്മൾ അപ്പോൾ ആദ്യം എത്ര ലെറ്റേഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഓക്കെ, ഈ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 2 3 പ്രാവശ്യം അല്ലേ? 3 പ്രാവശ്യം. അതുപോലെ തന്നെ എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 പ്രാവശ്യം. അതുപോലെ ജി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ജി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഐ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം അല്ലേ? 1 2 ഐ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ മൊത്തം കേസ് എന്താണ്? 11 ഫാക്ടോറിയലാണ്. കാരണം 11 നമ്പേഴ്സാണ്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സിന് എത്ര പ്രാവശ്യം ഉണ്ടോ ആ ഒരു ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതായിരിക്കും എന്ത് വരിക? നമ്മളെ ആൻസർ വരിക. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? അവിടെ ഒരു റിപ്പീറ്റേഷനും ഇല്ലായിരുന്നു. അപ്പം ഡയറക്റ്റ്ലി 5 ഫാക്ടോറിയൽ എഴുതി. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി 11 ഫാക്ടോറിയൽ എഴുതാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് കുറേ ലെറ്റേഴ്സ് എന്താകുന്നുണ്ട്? റിപ്പീറ്റ് ആകുന്നുണ്ട്. അപ്പം ആ റിപ്പീറ്റ് ആകുന്ന ലെറ്റേഴ്സിൻ്റെ ഫാക്ടോറിയൽ എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇവിടെ അതാണ് നമ്മൾ ചെയ്തത്. ഈ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആകുന്നുണ്ട്? 3 പ്രാവശ്യം 3 ഫാക്ടോറിയൽ ചെയ്തു. അതുപോലെ തന്നെ എൻ 3 പ്രാവശ്യം ഉണ്ട്, 3 ഫാക്ടോറിയൽ ചെയ്തു. ജി എത്ര പ്രാവശ്യം ഉണ്ട്? 2 ടൈംസ് ഉണ്ട്, 2 ഫാക്ടോറിയൽ ചെയ്തു. ഐ എത്ര പ്രാവശ്യം ഉണ്ട്? 2 ടൈംസ് ഉണ്ടാക്കി 2 ഫാക്ടോറിയൽ ചെയ്തു. ഇതാണ് നമ്മൾ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡിസൈൻ ബി അറേഞ്ച്ഡ് സോ ദാറ്റ് ദ വവൽസ് ആർ അറ്റ് ദ 2 ends. വവൽസ് എന്തായിരിക്കണം? എൻഡിൽ വരണം. വവൽസ് എന്താണ്? എ ഇ ഐ ഒ യു ആണ് എന്ത് വരുന്നത്? വവൽസ്. ഒക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 ലെറ്റേഴ്സാണ് ഉള്ളത്. 1 2 3 4 5 6 മൊത്തം 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അത് എന്താ പറഞ്ഞത്? ഈ ഒരു പൊസിഷനിലും അതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിലും എന്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ? വവൽസ് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അത് വവൽസ് ഒക്കെ ഏതൊക്കെ? ഈ വവലാണ്, അതുപോലെ തന്നെ അയ്യും. 2 വവൽസ് മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ബാക്കി 4 ലെറ്റേഴ്സ് ഉണ്ട്. ആ 4 ലെറ്റേഴ്സ് 4 പൊസിഷനിലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ്? 4 ലെറ്റർ 4 പൊസിഷൻ എത്രയാണ്? 4 ഫാക്ടോറിയലാണ്. ഓക്കെ, ബാക്കി ഇനി എന്തിൻ്റെ കാര്യം നോക്കേണ്ടത്? വവൽസിൻ്റെ ആണ്. വവൽസ് ഏതൊക്കെ സിനാരിയോ ഉണ്ടോ? ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വെക്കാം? ഈ വെക്കാം, ഇവിടെ ഐ വെക്കാം. അതൊരു കേസ്. രണ്ടാമത്തെ ഒരു കേസും കൂടി. അത് ഏതായിരിക്കും? ഇവിടെ ഐ വെക്കാം, ഇവിടെ ഇയും വെക്കാം. ഓക്കെ, അപ്പോൾ എത്ര കേസാണുള്ളത്? അങ്ങനത്തെ 2 കേസാണുള്ളത്. അപ്പോൾ എന്തായിരിക്കും? 4 ഫാക്ടോറിയൽ ഇൻറ്റു എന്തുണ്ടാവും? 2 കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നുണ്ടല്ലോ വവൽസ്, ഇൻറ്റു 2. ഇതായിരിക്കും എന്ത്? നമ്മളെ ആൻസർ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാവും, നമുക്ക് ഇവിടെയും ഐ വെച്ചുകൂടുന്നില്ലേ? ക്വസ്റ്റ്യൻ്റെ അകത്ത് റിപ്പീറ്റേഷൻ അലൗഡ് ആണെന്ന് എടുത്ത് പറഞ്ഞാൽ മാത്രമേ ഒരു ലെറ്റേഴ്സ് ഒന്ന് കൂടുതൽ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് എന്നാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് എന്താ പറഞ്ഞത്? ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ ബി അറേഞ്ച് സോ ദാറ്റ് ദ വവൽസ് ആൾവേസ് കം ടുഗദർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഡോട്ടർ എന്ന സാധനം എടുത്ത് എഴുതാം. ഇതിൻ്റെ അകത്ത് വവൽ ഏതൊക്കെയാണ്? എ യു ഇ ആണ്. എ യു ഇ ആണെന്ത്? വവൽസ്. എന്താ പറഞ്ഞത്? ആ വവൽസ് എന്തായിരിക്കണം? ആൾവേസ് കം ടുഗദർ, ഒരുമിച്ചായി ഉണ്ടാവേണ്ടത്. അപ്പം
ആൾവേസ് കം ടുഗദർ എന്നൊരു ഇതിൻ്റെ അത് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, എന്താണോ ഒരുമിച്ച് ഇരിക്കേണ്ടത് ആ സാധനത്തിനെ സിംഗിളായിട്ട് ഒറ്റൊരു ലെറ്ററാക്കി എടുക്കുക. ഓക്കെ, അതായത് ഈ എ ഐ യു ഒറ്റൊരു ലെറ്റർ എന്ന രീതി കൺസിഡർ ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ ലെറ്റർ ഉണ്ടാവും 1 2 3 4 5 5ഉം പിന്നെ ഈ ഒരു ലെറ്ററും മൊത്തം എത്ര ലെറ്റർ ഉണ്ടാവും? 6 ലെറ്റർ ഉണ്ടാവും. ഓക്കെ, ഇപ്പം അങ്ങനെ എടുക്കാം. നമുക്കിപ്പോൾ എന്താ കേസ്? 1 2 3 4 5 6 ലെറ്ററും 6 പൊസിഷൻ എന്ന കേസിലേക്ക് മാറ്റാം. അപ്പോൾ എത്ര ഉണ്ടാവും? 6 ഫാക്ടോറിയൽ ആയിരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്തുണ്ട്? അത് നമ്മൾ ഒന്നാക്കി എടുത്ത ലെറ്റർ ഉണ്ടല്ലോ ബബിൾസ്, അതിൻ്റെ അകത്ത് എന്തുണ്ട്? 3 ലെറ്റേഴ്സ് ഉണ്ട് ആക്ച്വലി. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കാൻ പറ്റും? പെർമ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ എത്ര ഉണ്ടാവും? 3 ഫാക്ടോറിയൽ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു സാധനം, ഒരു ബബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ടുഗദർ ആയിട്ട് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ടുഗദർ ആയിട്ട് വരേണ്ട സാധനത്തിന് എന്താക്കാം? ഒറ്റൊരു ലെറ്റർ ആക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? അവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 5 ലെറ്റർ ഉണ്ട്. പ്ലസ് നമ്മൾ ടുഗദർ ആക്കി വെച്ചൊരു ലെറ്റർ ഉണ്ടല്ലോ, 6 ലെറ്റർ. അപ്പം അതിൻ്റെ എത്ര ആയിരിക്കും? 6 ഫാക്ടോറിയൽ ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ടുഗദർ ആക്കി വെച്ച ലെറ്ററിൻ്റെ അകത്ത് എത്ര ലെറ്റർ ഉണ്ട്? 3 ലെറ്റർ ഉണ്ട്. അതെന്താക്കണം? പെർമ്യൂട്ട് ചെയ്യണമല്ലോ. അതിൻ്റെ എത്ര ആയിരിക്കും വരിക? 3 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പം എന്ത് വരും? 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ ഹൗ മെനി വേസ് എ കമ്മിറ്റി ഓഫ് 6 members ബി സെലക്ടഡ് ടു ഫ്രം 7 men and 5 ladies കൺസിസ്റ്റിംഗ് 4 men and 2 ladies. അതായത് 4 മെന്നും 2 ലേഡീസും ഉള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. എവിടെ നിന്നാണ് എടുക്കേണ്ടത്? 7 മെന്നും 5 ലേഡീസും. ഓക്കെ, ഇവിടെ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ, അവരെ അറേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഏതാണ്? പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ? കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? 7 ആൾക്കാരിൽ നിന്ന് 4 ആൾക്കാർ സെലക്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? 7C4 ആയിരിക്കും. ഓക്കെ, ഇൻറ്റു എന്ത് വരും? 5 ലേഡീസിൽ നിന്ന് 2 ലേഡീസ് സെലക്ട് ചെയ്യാം. എന്തായിരിക്കും? 5C2 ആയിരിക്കും. ഇതെങ്ങനെ എഴുതാം സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്? 7C4നെ 7C3 എഴുതിക്കൂടെ? അതായത് NCR ഈക്വൽ ടു NC(n-r) ആയിരിക്കും. ഇൻറ്റു എന്താണ്? 5C2 ആണ്. ഈ 7C3 എങ്ങനെ എഴുതാൻ പറ്റും? 7 ഇൻറ്റു 6 ഇൻറ്റു 5 അല്ലേ, ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എന്തായിരിക്കും? 5C2 എന്തായിരിക്കും? 5 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും, നമ്മളെ ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ എന്തുകൊണ്ട് ഇൻറ്റു വന്നു ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ് അല്ലേ? ആ ഡൗട്ട് ഇപ്പം ചെറുതായിട്ട് പറഞ്ഞുതരാം. കറക്റ്റായിട്ട് ക്ലിയർ ആണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഇൻറ്റു വരാൻ റീസൺ നമുക്ക് എന്താ പറഞ്ഞത്? രണ്ടാളെയും ഇവിടെ ആണ് പറഞ്ഞത്. രണ്ടാളെയും സെലക്ട് ചെയ്യുന്നത് ഒരുമിച്ചാണ്. ഒന്നെങ്കിൽ മെന്നെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ലേഡീസിനെ സെലക്ട് ചെയ്യാന്നല്ല പറഞ്ഞത്. രണ്ടാളെ എന്തായാലും സെലക്ട് ചെയ്യണം. അപ്പം അത് ഉള്ളൊരു കേസാണ്. അപ്പോൾ എന്തായിരിക്കും? അവിടെ ഇൻറ്റു ആയിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒന്നുകിൽ 4 മെന്നെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ 2 ലേഡീസിനെ സെലക്ട് ചെയ്യുക. ഓറാണ് 4 men or 2 ലേഡീസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ പ്ലസ് ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ രണ്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് ആൻഡ് മോറും നമ്മൾ ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദർ ആർ 4 different type of chocolate and 5 different type of ice creams. In how many ways can a person buy chocolate and ice cream? അതായത് ഒരു പേഴ്സണ് ചോക്ലേറ്റും ഐസ്ക്രീമും വാങ്ങണം. അങ്ങനെ ആണെച്ചാൽ എത്ര വേല് വാങ്ങാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ചോക്ലേറ്റ് വാങ്ങാനുള്ള വഴി എന്തായിരിക്കും? 4 ചോക്ലേറ്റിൽ നിന്ന് ഒറ്റ ചോക്ലേറ്റ് എടുക്കണം? 1 എടുക്കണം. ഇവിടെ 5 ചോക്ലേറ്റ് എന്തെടുക്കണം? 1 എടുക്കണം. ഇവിടെ എന്തായിരിക്കും? ആൻഡാണ്. ആൻഡ് ആകുമ്പോൾ എന്താ പറഞ്ഞത്? രണ്ടും ഒരുമിച്ച് നടക്കേണ്ടതാണ്. അപ്പോൾ എന്തായിരിക്കും? ഇൻറ്റു ആയിരിക്കും. ഇതെന്താ ഉണ്ടാവും? 4 ഇൻറ്റു 5 ഉണ്ടാവും. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് ഓറിൻ്റെത് മനസ്സിലാക്കാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞത്? സെയിം ക്വസ്റ്റ്യൻ ആണെന്നാണ്, ഒരു വ്യത്യാസം എന്താണ്? ചോക്ലേറ്റ് ഓർ ഐസ്ക്രീം എന്നാണ്. നേരത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ചോക്ലേറ്റ് ആൻഡ് ഐസ്ക്രീം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ആൻഡിൻ്റെയും ഒരു ഓറിൻ്റെയും വ്യത്യാസമുള്ളൂ. പക്ഷേ ആൻസറിന് അത് നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. 4
ചോക്ലേറ്റ് വാങ്ങാനുള്ള ഇതെന്താണ് 4C1 ആണ്. അതുപോലെ തന്നെ മറ്റെന്താണ് 5C1 ആണ്. ഇവിടെ എന്താണ് ഓറാണോ, ഒന്നെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിയാൽ മതി അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിയാൽ മതി, രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പ്ലസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ മതി? ഒന്നുകൂടി പറയാം, ആൻഡ് ആണെങ്കിൽ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ഓറാണെങ്കിൽ എന്തായിരിക്കണം രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി 3-digit നമ്പർ ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ് ഓഫ് 56237 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 5 ആൻഡ് നൺ ഓഫ് ദ ഡിജിറ്റ് ആർ റിപ്പീറ്റഡ്. ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ ഒരു കേസും കൂടി ഉണ്ട്, എന്താണ് അത് 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഇതിൻ്റെ അകത്ത് നിന്ന് 5 എണ്ണം ആയിരിക്കണം. അപ്പം ഇതെന്താണ് ഇവിടെ ഫിക്സ്ഡ് ആണ്, ഇതിവിടെ അനക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം ബാക്കി എത്ര ഡിജിറ്റ് ഉണ്ടാവും? 1 2 3 4 5 ഡിജിറ്റേ ബാക്കി ഉണ്ടാവുള്ളൂ. കാരണം എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്ന് കൂടുതൽ പ്രാവശ്യം എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? 5 യൂസ് ചെയ്യാൻ പാടില്ല. 5 ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് എത്രയാണ്? 5 ഡിജിറ്റാണ്. അതിൻ്റെ അകത്ത് നമുക്ക് 5 ഇവിടെ യൂസ് ചെയ്യാം. ഇൻറ്റു പിന്നെ ബാക്കി എത്ര ഡിജിറ്റ് കൂടി ഉണ്ടാവും ഒന്ന് യൂസ് ചെയ്താൽ? ഇവിടെ 5 എണ്ണത്തിൻ്റെ അകത്ത് ഒന്നല്ലേ യൂസ് ചെയ്യുള്ളൂ. അത് 5 കേസുകളുണ്ട്. ബാക്കി എത്ര ഉണ്ടാവും? 4 ഡിജിറ്റ് ഉണ്ടാവും. അതെന്താക്കാം ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ 5 ഒരു പ്രാവശ്യമായിരിക്കും. ഇൻറ്റു എന്ത് വരും? 5ൻ്റെ ഒരു പ്രാവശ്യമായിരിക്കും. അപ്പോൾ എന്താണ് വരും ആൻസർ? 5 × 4. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് 3 ഡിജിറ്റ് നമ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ എന്താണ്? അത് 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഒറ്റ നമ്പറും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 5 തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്തു. അപ്പം അത് ഒറ്റൊരു കേസേ ഉള്ളൂ. പിന്നെ നമുക്ക് എത്ര ഡിജിറ്റ് ബാക്കിയുണ്ട്? 5 ഡിജിറ്റ് ബാക്കിയുണ്ടാവും. ആ 5 ഡിജിറ്റ് നമുക്ക് ഏതെങ്കിലും ഡിജിറ്റ് എവിടെ വെക്കാം? ഫസ്റ്റ് ഇവിടെ വെക്കാം. ഓക്കെ, അങ്ങനെ വെച്ചാൽ പിന്നെ ബാക്കി എത്ര ഡിജിറ്റ് ഉണ്ടാവുള്ളൂ? 4 ഡിജിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. ആ 4 ഡിജിറ്റിൽ ഏതെങ്കിലും ഡിജിറ്റ് നമുക്ക് ഇവിടെ വെക്കാം? സെക്കൻഡിൽ വെക്കാം. അപ്പോൾ നമുക്ക് എത്ര കേസ് ഉണ്ടാവും? 5 × 4 20 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദർ ആർ 4 ബനാനാസ്. അതായത് ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ അകത്ത് 4 ബനാന, 7 ആപ്പിൾ, 6 മാംഗോസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സെലക്ഷൻ ചെയ്യണം സച്ച് എ വേ ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഫ്രൂട്ട് ഫ്രം ഈച്ച് വെറൈറ്റി സെലക്ട്. അതായത് ഒരു ബനാന എന്തായാലും സെലക്ട് ചെയ്യണം, ഒരു ആപ്പിൾ എന്തായാലും സെലക്ട് ചെയ്യണം, 6 മാംഗോയിൽ ഒരു മാംഗോ എന്തായാലും സെലക്ട് ചെയ്യണം. എല്ലാ വെറൈറ്റി ഓഫ് ഫ്രൂട്ടും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും വരണം. ഓക്കെ, ഇതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എന്താ അറിയോ? അസ്യൂം ആൾ ദ ഫ്രൂട്ട്സ് ആർ സിമിലർ. എല്ലാ ഫ്രൂട്ട്സും സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രൂട്ടും സിമിലർ ആകുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്തെടുക്കാം? 4 ബനാന എടുക്കാം. ഇത് 1ാമത്തെ ബനാന, ഇത് 2ാമത്തെ ബനാന, ഇത് 3ാമത്തെ ബനാന, ഇത് 4ാമത്തെ ബനാന. ഓക്കെ, അപ്പം ഈ ഒരു ബനാന ഒറ്റയ്ക്ക് എടുക്കുന്നതും ഒരു കേസ്. പിന്നെ ഈ ഒരു ബനാന നമ്മൾ എടുത്തു. ഓക്കെ, 2 ബനാന എടുത്തു. ഈ 2 ബനാന എടുക്കുന്നതും ഈ 2 ബനാന എടുക്കുന്നതും 2 സെപ്പറേറ്റ് ആയിട്ട് കേസായി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ബനാന എന്താണ്? ഐഡൻറ്റിക്കൽ ആണ്. ഓക്കെ, അപ്പം ഏത് ബനാന 2 എണ്ണം എടുത്താലും എന്താണ്? സെയിം ആണ്. അത് കുറേ കേസുകളായിട്ട് ഉണ്ടാവില്ല. ഒന്നുകൂടി പറയാം, ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് എന്താണ്? ഈ 2 ബനാന എടുക്കുന്നതും ഈ 2 ബനാന എടുക്കുന്നതും ഒറ്റൊരു കേസാക്കി എടുത്താൽ മതി. 2 കേസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് മാത്രം എടുത്താൽ മതി? എത്ര പ്രാവശ്യം എത്ര കൗണ്ട് എടുക്കുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം? ഒറ്റ ബനാനയാക്കി എടുക്കാം, അതൊരു കേസ്. പിന്നെന്താണ്? 2 ബനാന എടുക്കാം, എന്ത് കേസ്? അടുത്ത കേസ്. 3 എണ്ണം എടുക്കാം, അടുത്തത് 4 എണ്ണം എടുക്കാം, അടുത്തത്. അപ്പം മൊത്തം എത്ര കേസ് ഉണ്ടാവും? 4 ഇതുണ്ടാവും. 4 ഇൻറ്റു ആണ് വരുന്നത്, എല്ലോ ആൻഡ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എ ആപ്പിളിൻ്റെ എത്ര കേസ് ഉണ്ടാവും? സിമിലർ പോലെ തന്നെ ചെയ്ത് നോക്കിയാൽ 7 എണ്ണം ഉണ്ടാവും. അതുപോലെ തന്നെ 6 മാംഗോൻ്റെ എത്ര ഉണ്ടാവും? 6 കേസ് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് എവിടെ ഡിഫറൻസ് വരുന്നത് വെച്ചാൽ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഫ്രൂട്ട്സ് എല്ലാം എന്താണ്? സിമിലർ ആണ്. അപ്പം ആദ്യത്തെ 2 ബനാന എടുക്കുന്നതും അവസാനത്തെ 2 ബനാന എടുക്കുന്നതും എന്താണ്? ഒറ്റൊരു കേസാണ്. 2 ബനാന എങ്ങനെ എടുത്താലും ഏത് രീതിക്കുള്ള ബനാന എടുത്താലും എന്തായിരിക്കും? അത് ഒറ്റൊരു കേസാക്കി എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതി ചെയ്തത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനകത്ത് ഇക്വേഷൻസ് കാണാണ്ട് പഠിക്കുന്നത് കൂടെ തന്നെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൂടി മനസ്സിലാവും. കാരണം ഡയറക്റ്റ്ലി കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞത്? ഫ്രൂട്ട്സ് എന്താണ്? നേരെ സെയിം ക്വസ്റ്റ്യൻ, ആ ഒരു ഡിഫറൻസ് എന്തുള്ളൂ? ഫ്രൂട്ട്സ് സെയിം അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ബേസിക്കലി കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്യാറ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനം, അതായത് സിമിലാരിറ്റി ഇല്ലാത്ത സംഗതികൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമിലർ ആണെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞത് 4 ബനാന 7 ആപ്പിൾ 6 മാംഗോസ്. ഓക്കെ, അപ്പം ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് എല്ലാം കൂടി എന്താക്കി എടുക്കാം, ഒറ്റനാക്കി എടുത്ത ഒരു കുഴപ്പമില്ല. എത്ര ഉണ്ടാവും, 17 ഉണ്ട്. മൊത്തം 17 സാധനങ്ങൾ. അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്, ഇൻ ഹൗ മെനി വേ കെ പേഴ്സൺ മേക്ക് സെലക്ഷൻ ഓഫ് 1 or more ഫ്രൂട്ട്സ്, ഒന്നോ ഒന്ന് കൂടുതലോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 7C1 ഒരു ഫ്രൂട്ട് സെലക്ട് ചെയ്യാം, അതിൽ കൂടുതലോ എന്നാണ് പറഞ്ഞത്. എത്ര ഉണ്ടാവും, 70C2 പ്ലസ് 70C3 പ്ലസ് എക്സെട്ര എത്ര വരെ ഉണ്ടാവും, 70C7. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഫ്രൂട്ടെങ്കിലും എടുക്കണം. ഒരു ഫ്രൂട്ട് എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം, എത്ര വരെ എടുക്കാം, 17 വരെ എടുക്കാം. ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇതിന് മുമ്പ് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷനും ഇതായിട്ടൊരു ബന്ധമുണ്ട്. എന്താണ് ഇതിനകത്ത്, എന്താണ് ഇനി മിസ്സിംഗ് ഉള്ളത്, 70C0 ആണ് മിസ്സിംഗ് ഉള്ളത്. ഓക്കെ, അതായത് ഒരു ഫ്രൂട്ട് എടുക്കാത്ത കേസ്. ഇതിൻ്റെ വാല്യൂ എന്തായിരുന്നു, ഇതിൻ്റെ വാല്യൂ എന്താ വരിക, ഈ ആ ഒരു ഇതിൻ്റെ അകത്തേക്ക് 70C0 ആഡ് ചെയ്ത വാല്യൂ എന്താ വരിക, 2/70 വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് കുറച്ചാൽ മതി, ഇതാണ് എന്ത് 70C0 പ്ലസ് 70C2 പ്ലസ് എക്സെട്ര പ്ലസ് 70C7 വരെയുള്ളതിൻ്റെ വാല്യൂ 2/7. അതിൻ്റെ അകത്തേക്ക് എന്ത് കുറച്ചാൽ മതി, 70C0 എത്ര വരിക, 2/70 മൈനസ് എത്ര വരും, 1 വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്, ആൾ ഫ്രൂട്ട്സ് ആർ നോട്ട് സിമിലർ, ഒന്നും സിമിലർ അല്ല. അപ്പം ഒരു ആപ്പിൾ എടുക്കുന്നതും ഒരു ബനാന എടുക്കുന്നതും ഡിഫറെൻറ്റ് കേസുകളാണ്. ഓക്കെ, ഒരു ആപ്പിളിൻ്റെ അകത്ത് തന്നെ ആദ്യത്തെ ആപ്പിൾ എടുക്കുന്നതും അവസാനത്തെ ആപ്പിൾ എടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടക്കുള്ള 2 ആപ്പിൾ എടുക്കുന്നത് എന്താണ്, ഡിഫറെൻറ്റ് കേസുകളാണ്. ഓക്കെ, അതിൽ എന്താണ്, എല്ലാം സിമിലർ അല്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്താ ടോട്ടലി 17 ഐറ്റം ഉണ്ട്. ആ ഐറ്റത്തിനകത്ത് എന്താണ്, ഒന്നോ അതിൽ കൂടുതലോ ഐറ്റം നമ്മൾ എന്തായാലും എടുക്കണം. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് 2/70 മൈനസ് 1 ആൻസർ വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡിവൈസ് പാസ്വേഡ് കോംപ്രൈസ് 5 rings each having 7 different messages. Find the maximum numbers of different unsuccessful effort to open the lock. അതായത് ഇതിൻ്റെ അകത്ത് എന്താണ്, 5 റിങ് ഉണ്ട്. ഒന്നാമത്തെ റിങ് 2, 3, 4, 5 റിങ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹാവിങ് 7 ഡിഫറെൻറ്റ് മെസ്സേജസ്. ഓരോ റിങ്ങിലും എന്തുണ്ട്, 7 ഡിഫറെൻറ്റ് മെസ്സേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അൺസക്സസ്ഫുൾ എഫേർട്ട്സ് എത്തായിരിക്കും ചോദിച്ചത്. അതായത് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള എത്ര ഉണ്ടാവുള്ളൂ, ഒറ്റ ഒരു എഫേർട്ട് ഉണ്ടാവുള്ളൂ. കാരണം കറക്റ്റായിട്ടുള്ള ഒറ്റ ഉണ്ടാവുള്ളൂ. അപ്പം ടോട്ടൽ എത്ര എഫേർട്ട് ഉണ്ട്, അതിൻ്റെ അകത്തുനിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് കിട്ടും, അൺസക്സസ്ഫുൾ ആയിട്ടുള്ള എഫേർട്ട് കിട്ടും. ഒന്നുകൂടി പറയാം, ഇതിൻ്റെ അകത്ത് കറക്റ്റായുള്ള എഫേർട്ട് എത്ര ഉണ്ടാവുള്ളൂ, 1 ഉണ്ടാവുള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് ടോട്ടൽ എഫേർട്ടിൻ്റെ അകത്തുനിന്ന് ആ 1 കുറച്ച് എന്ത് കിട്ടും, അൺസക്സസ്ഫുൾ ആയിട്ടുള്ള എന്ത് കിട്ടും, എഫേർട്സ് കിട്ടും. നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്ത് നോക്കാം. ഓരോ റിങ്ങിൻ്റെ അകത്തും 7 ഡിഫറെൻറ്റ് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര മെസ്സേജ് ഉണ്ടാവും, 7 ഉണ്ടാവും. ഇൻറ്റു എന്തായിരിക്കും, ഇവിടെ 7 ഉണ്ടാവും. ഇൻറ്റു എന്തായിരിക്കും, 7 ഉണ്ടാവും. ഇൻറ്റു എന്തായിരിക്കും, 7 ഉണ്ടാവും. ഇൻറ്റു എന്തായിരിക്കും, 7 ഉണ്ടാവും. എത്ര 7 ഉണ്ടാവും, 1, 2, 3, 4, 5. 7 × 7 അങ്ങനെ എത്ര 7 ഉണ്ടാവും, 5 7. അതായത് 7/5. ഇതാണ് ടോട്ടൽ കേസുകൾ. അതിൻ്റെ അകത്ത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, അൺസക്സസ്ഫുൾ ആയിട്ടുള്ള എഫേർട്ടുകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തായിരിക്കണം, ഒരു എഫേർട്ട് കുറയ്ക്കണം. ഇതാണ് എന്ത് വരുന്നത്, നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ, പിന്നെ ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസിൻ്റെ അകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് ചെയ്യാനുള്ള സിമ്പിൾസ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്താലേ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യനോട് എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.